നമസ്കാരം, പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. കഴിഞ്ഞൊരു സെഷൻ തുടർച്ചയായിട്ടുള്ള ആറാമത്തെ സെഷനിലും നേട്ടത്തോടെ വ്യാപാരം അവസാനിപ്പിക്കാൻ നിഫ്റ്റിയെ സംബന്ധിച്ച് സാധിച്ചിരുന്നു. 27,100 എന്നൊരു ലെവലിന് മുകളിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു. ഇന്നലത്തെ ഒരു ഇൻട്രാഡേയിലെ പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്ത് 25,200 എന്ന റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിച്ചെങ്കിലും ആ ഒരു ലെവൽ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിഫ്റ്റിക്ക് സാധിച്ചിരുന്നില്ല. പിന്നീട് അങ്ങോട്ട് അവസാന മണിക്കൂറുകളിൽ ആ ഒരു ലെവൽ കൈവിടുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. ഇന്നലെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇൻട്രാഡേ ഹൈ എന്ന് പറയുന്നത് 25,222 എന്നൊരു റേഞ്ചാണ്. പക്ഷെ അവിടെ നിന്നും ഒരു ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. പിന്നീട് 25,141 എന്നൊരു റേഞ്ചിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. മിഡ് ക്യാപ്പ് ഒപ്പം തന്നെ സ്മോൾ ക്യാപ്പ് സൂചികയും ഒരു തുടർച്ചയായിട്ടുള്ള ഒരു നേട്ടം കൈവിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട്. മിഡ് ക്യാപ്പ് 100.49% ഇടിവും സ്മോൾ ക്യാപ്പ് 100.53% ഒരു നഷ്ടവുമാണ് രേഖപ്പെടുത്തിയത്. ഓയിൽ ആൻഡ് ഗ്യാസ്, IT, ഫാർമ എന്നീ സൂചികകൾക്ക് നേട്ടം രേഖപ്പെടുത്താൻ സാധിച്ചിരുന്നു. പക്ഷേ PSU, ബാങ്ക്, FMCG, മെറ്റൽ സെക്ടർ എന്നിവയായിരുന്നു ഒരു ചുവപ്പിൽ വ്യാപാരം അവസാനിപ്പിച്ചത്. കഴിഞ്ഞ ദിവസത്തെ FII DII ആക്ഷൻ പരിശോധിക്കുമ്പോൾ FIIs 446 കോടി രൂപയുടെ ഓഹരികൾ വിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. DISനെ സംബന്ധിച്ച് 1,585 കോടി രൂപയുടെ ഓഹരികൾ വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ എക്സ്പയറി കൂടിയാണ്. സോ നമുക്ക് അതിൻ്റെ ഒരു കൂടെ വോളറ്റിലിറ്റി എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഏഷ്യൻ വിപണികളിൽ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. നിഫ്റ്റി ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് നോട്ടിൽ ഒരു മ്യൂട്ടഡ് സ്റ്റാർട്ടാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇന്നിപ്പോൾ പ്രധാനമായിട്ടും കഴിഞ്ഞ ദിവസത്തിൽ US ചൈനയുടെ വ്യാപാര ചർച്ചകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ ചില ഡിസിഷൻസ് ഒക്കെ തന്നെ ഇപ്പോൾ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് US ഒപ്പം തന്നെ ഏഷ്യൻ വിപണികളിൽ കാണുന്നുണ്ട്. US വിപണിയെ സംബന്ധിച്ച് S&P 500.27% നഷ്ടം രേഖപ്പെടുത്തിയിരുന്നു. 6,022 എന്ന റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. നാസ്ഡാക്ക് 0.5% ഇടിഞ്ഞ് 19,615 എന്ന റേഞ്ചിൽ ക്ലോസ് ചെയ്തു. ഡൗ ജോൺസ് വളരെ ഫ്ലാറ്റ് ആയിട്ട് 42,865 എന്ന റേഞ്ചിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. പ്രധാനമായിട്ടും CPI ഡാറ്റകൾ കൂടി വന്നിട്ടുണ്ടായിരുന്നു. അത് എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ കുറഞ്ഞ കണക്കുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 0.1% മെയ് മാസത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 0.2% ഒരു എസ്റ്റിമേഷൻ ആയിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ US-ഉം ചൈനയും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ പുരോഗമിച്ച് ഇപ്പോൾ അന്തിമ തീരുമാനങ്ങളിലേക്ക് അല്ലെങ്കിൽ ഒരു ഫ്രെയിം വർക്ക് പുറത്തുവിടുന്നതിന് മുൻപ് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു അപ്ഡേഷൻസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ചൈന റെയർ എർത്ത് എലമെന്റ്സ് എക്സ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. അതിന് പകരമായിട്ട് ടെക്നോളജി സർവീസുകൾ എക്സ്പോർട്ട് ചെയ്യുന്നതിന് US-ഉം ഇപ്പോൾ തയ്യാറായിരിക്കുന്നു എന്ന് തന്നെയാണ് അറിയുന്നത്. എങ്കിൽ പോലും US ഇപ്പോൾ ചുമത്തിയിരിക്കുന്ന 55% താരിഫ്, ചൈനയ്ക്ക് മേൽ ചുമത്തിയിരിക്കുന്ന 55% താരിഫിന്മേൽ മാറ്റമില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ചൈന 10% താരിഫ് US ഗുഡ്സിന്മേൽ ചുമത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഈ ഒരു അപ്ഡേഷൻസ് ആണ് ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ ട്രംപ് അടുത്തൊരു 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ മറ്റ് ട്രേഡിംഗ് പാർട്ട്നേഴ്സുമായിട്ടുള്ള യൂണിലാറ്ററൽ താരിഫ്സിന്റെ കാര്യത്തിൽ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുമെന്നുള്ള അപ്ഡേഷൻസും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഈ ഒരു വാർത്തകൾക്ക് പിറകെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അപ്ഡേഷൻസിന് പുറമെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് നമുക്ക് ഏഷ്യൻ വിപണികളിൽ കാണുന്നത്. പല ഏഷ്യൻ സൂചികളിലും ഒരു നഷ്ടം രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട്. അതോടൊപ്പം US വിപണിയും ഒരു നഷ്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് സ്റ്റാർട്ട് ഇൻഡിക്കേറ്റ് ചെയ്തതിനാൽ തന്നെ ആഭ്യന്തര വിപണിയിലും ഒരു മ്യൂട്ടഡ് സ്റ്റാർട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഒപ്പം എക്സ്പയറിയുടെ ഒരു വോളറ്റിലിറ്റി കൂടി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ഇനി നമുക്ക് ടെക്നിക്കൽസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ HDFC സെക്യൂരിറ്റീസിലെ നാഗരാജ് ഷെട്ടി പറയുന്നത് 25,200 എന്നൊരു ലെവലിൽ നമുക്ക് റെസിസ്റ്റൻസ് സൂചികയിൽ കാണാൻ സാധിച്ചിരുന്നു. 25,200 മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമാണ് 25,600 എന്നൊരു ലെവലിലോട്ട് പോകാൻ നിഫ്റ്റിക്ക് സാധിക്കുകയുള്ളൂ. അതല്ല 25,200 എന്നുള്ളൊരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ 25,000 ആയിരിക്കണം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട്. LKP സെക്യൂരിറ്റീസിലെ രൂപക് ദേ അഭിപ്രായപ്പെടുന്നത് 24,850 ഒരു ക്രൂഷ്യൽ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുക. 24,850 എന്നൊരു ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സൂചികയ്ക്ക് സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സൂചികയുടെ ഔട്ട്ലുക്ക് നോക്കുമ്പോൾ പോസിറ്റീവായിട്ട് തന്നെ തുടരുന്നുണ്ട് എന്ന് തന്നെയാണ്. അത് 25,350 എന്നൊരു റേഞ്ചിലേക്ക് ഹ്രസ്വകാലത്തേക്ക് മൂവ് ചെയ്യാനുള്ള പ്രവണത അല്ലെങ്കിൽ പിന്തുണ നൽകുമെന്നുള്ള ഒരു അഭിപ്രായമാണ് LKP സെക്യൂരിറ്റീസിലെ രൂപക് ദേയും പങ്കുവെക്കുന്നത്. അവസാനമായിട്ട് ഇന്ന് നമുക്ക് ശ്രദ്ധിച്ചിരിക്കേണ്ട സ്റ്റോക്കുകൾ കൂടി നോക്കാം. അതിൽ FMCG സ്റ്റോക്കുകൾ നമുക്കിന്ന് ഫോക്കസിൽ വെക്കാവുന്നതാണ്. പ്രധാനമായിട്ടും ക്രൂഡ് എഡിബിൾ ഓയിലിൻ്റെ
ഇമ്പോർട്ട് ഡ്യൂട്ടി കസ്റ്റം ഡ്യൂട്ടി ഇപ്പോൾ കുറച്ചിരിക്കുന്നു എന്നുള്ള അപ്ഡേഷൻസ് ആണ് വന്നിരിക്കുന്നത്. 20% നിന്നും 10% ബേസിക് കസ്റ്റം ഡ്യൂട്ടി കുറച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്ന ഒരു അപ്ഡേഷൻസ്. സോ നമുക്ക് FMCG സ്റ്റോക്സ് ഫോക്കസിൽ വെക്കാവുന്നതാണ്. ഹിന്ദുസ്ഥാൻ കോപ്പർ ആണ് ശ്രദ്ധയിൽ ഉൾപ്പെടുത്തേണ്ട ഒരു ഓഹരി. കമ്പനി അടുത്തൊരു 5 മുതൽ 6 വർഷത്തിനുള്ളിൽ 2000 കോടി രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുമെന്നുള്ള പ്രഖ്യാപനം ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ ഒരു നടപടി എന്ന് തന്നെയാണ് അറിയുന്നത്. ഹിന്ദുസ്ഥാൻ കോപ്പർ ശ്രദ്ധയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. സ്റ്റെർലൈറ്റ് ടെക്നോളജീസ് ആണ് മറ്റൊരു പ്രധാനപ്പെട്ട കമ്പനി. ദിലീപ് ബിൽഡ്കോണുമായിട്ട് ചേർന്ന് 2631 കോടി രൂപയുടെ ഒരു കരാർ അല്ലെങ്കിൽ ഒരു അഗ്രിമെന്റിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. BSNLുമായിട്ടാണ് ഇത്തരത്തിലൊരു അഗ്രിമെന്റ് കമ്പനി ഒപ്പുവെച്ചിരിക്കുന്നത്. സോ സ്റ്റെർലൈറ്റ് ടെക്നോളജീസ് ഫോക്കസിൽ ഉൾപ്പെടുത്താവുന്നതാണ്. മാരുതി സുസുക്കി നമുക്ക് ഇന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. മാരുതി സുസുക്കിയെ സംബന്ധിച്ച് സുസുക്കി മോട്ടോറിന്റെ ഗുജറാത്തിലുള്ള സുസുക്കി മോട്ടോറുമായിട്ട് അമാൽഗമേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി ഇപ്പോൾ NCLTയിൽ നിന്നും ലഭിച്ചതായിട്ടാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. സോ മാരുതി സുസുക്കി നമുക്ക് ഫോക്കസിൽ വെക്കാവുന്നതാണ്. റെയിൽടെൽ ആണ് മറ്റൊരു പ്രധാനപ്പെട്ട ഓഹരി. കമ്പനിയെ സംബന്ധിച്ച് 119 കോടി രൂപയുടെ ഓർഡർ കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. സൗത്ത് ഈസ്റ്റേൺ കോൾഫീൽഡ് ലിമിറ്റഡിൽ നിന്നുമാണ് ഈ ഒരു ഓർഡർ കരസ്ഥമാക്കിയിരിക്കുന്നത്. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ആണ് മറ്റൊരു സ്റ്റോക്ക്. കമ്പനി ഇപ്പോൾ MCLR റേറ്റ് കുറച്ചതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം എക്സ്റ്റേണൽ ബെഞ്ച്മാർക്ക് ലെൻഡിംഗ് റേറ്റ് ഇപ്പോൾ കുറച്ചിട്ടുണ്ട്. 50 ബേസിസ് പോയിന്റ് ആണ് കുറച്ചിരിക്കുന്നത്. 8.35% നിന്നും 8.85% റിപ്പോ ലിങ്ക്ഡ് ലെൻഡിംഗ് റേറ്റും കുറച്ചതായിട്ട് അറിയിച്ചിട്ടുണ്ട്. ഇന്നു മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത്. കനറ ബാങ്ക്, അതായത് പ്രധാനപ്പെട്ട ബാങ്കിംഗ് ഓഹരികൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. കനറ ബാങ്ക് ആണ് മറ്റൊരു ബാങ്ക്. കനറ ബാങ്കിനെ സംബന്ധിച്ച് മാർജിനൽ കോസ്റ്റ് ഓഫ് ഫണ്ട് ബേസ്ഡ് ലെൻഡിംഗ് റേറ്റ് അഥവാ MCLR 20 ബേസിസ് പോയിന്റ് കുറച്ചിട്ടുണ്ട്. സോ കനറ ബാങ്ക് ഫോക്കസിൽ ഉൾപ്പെടുത്താം. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് മറ്റൊരു ബാങ്ക്. കമ്പനിയെ സംബന്ധിച്ച് എക്സ്റ്റേണൽ ബെഞ്ച്മാർക്ക് ലെൻഡിംഗ് റേറ്റ് 50 ബേസിസ് പോയിന്റ് കുറച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റിപ്പോ ലിങ്ക്ഡ് ലെൻഡിംഗ് റേറ്റും 50 ബേസിസ് പോയിന്റ് വെച്ചിട്ടാണ് കുറച്ചിരിക്കുന്നത്. അതും ഇന്നു മുതൽക്കാണ് പ്രാബല്യത്തിൽ വരുന്നത്. സോ ഈ 3 ബാങ്കിങ് സ്റ്റോക്കുകൾ ശ്രദ്ധിക്കാവുന്നതാണ്. മറ്റൊരു സ്റ്റോക്ക് ട്രെൻഡ് ആണ്. ട്രെൻഡിനെ സംബന്ധിച്ചിപ്പോൾ എക്സ് ഡിവിഡൻഡ് ആണ്. ഇന്ന് 5 രൂപയുടെ ഒരു ഡിവിഡൻഡ് നൽകുമെന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ട്രെൻഡ് ഫോക്കസിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ടാറ്റ കെമിക്കൽസ് ആണ് മറ്റൊരു സ്റ്റോക്ക്. കമ്പനിയുടെയും 11 രൂപ ഡിവിഡൻഡ് അവർ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു റെക്കോർഡ് ഡേറ്റ് ഇന്ന് തന്നെയാണ്. സോ നമുക്ക് ഈ ഒരു സ്റ്റോക്കും ശ്രദ്ധിക്കാവുന്നതാണ്. ഈറ്റോസ് ആണ് മറ്റൊരു സ്റ്റോക്ക്. കമ്പനിയെ സംബന്ധിച്ച് 409 കോടി രൂപയുടെ ഒരു ഫണ്ട് റൈസിംഗ് റൈറ്റ് ഇഷ്യൂ വഴി നടത്തുമെന്ന് കമ്പനി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു അനൗൺസ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ ഒരു സ്റ്റോക്കും ശ്രദ്ധിക്കാവുന്നതാണ്. 43 ഷെയർസ് കൈവശമുള്ള ആളുകൾക്ക് 4 പുതിയ ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നതിനുള്ള ഒരു അനുമതിയാണ് ഇപ്പോൾ ഈ ഒരു റൈറ്റ് ഇഷ്യൂയിലൂടെ നൽകുന്നത്. സോ നമുക്ക് ഈത്തോസും ശ്രദ്ധിക്കാവുന്നതാണ്. ICICI ബാങ്കിനെ സംബന്ധിച്ച് ഇപ്പോൾ NIITയുടെ സ്റ്റോക്ക് അല്ലെങ്കിൽ സ്റ്റേക്ക് വിറ്റഴിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അപ്ഡേഷൻസ് നൽകിയിട്ടുണ്ട്. പർച്ചേസ് ഇതിന് വേണ്ടിയിട്ടുള്ള ഷെയർ പർച്ചേസ് അഗ്രിമെന്റ് ICICI ബാങ്ക് നമുക്കിന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. കമ്പനിയെ സംബന്ധിച്ച് NIIT ലിമിറ്റഡുമായിട്ടൊരു ഷെയർ പർച്ചേസ് അഗ്രിമെന്റിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇത് NIIT IFBIന്റെ 18.8% സ്റ്റേക്ക് വിൽക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അഗ്രിമെന്റിലാണ് ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുന്നത്. NTPC ആണ് ശ്രദ്ധിക്കാൻ പറ്റുന്ന മറ്റൊരു ഓഹരി. കമ്പനി $750 മില്യൺ ഫണ്ട് റേസ് ചെയ്തു എന്ന് അറിയിച്ചിട്ടുണ്ട്. എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോവിംഗ് വഴിയാണ് ഈ ഒരു ഫണ്ട് റേസിംഗ് നടത്തിയിരിക്കുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട്. തൻല പ്ലാറ്റ്ഫോംസ് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. കമ്പനിയെ സംബന്ധിച്ചിപ്പോൾ ബൈബാക്ക് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബൈബാക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബോർഡ് യോഗം ജൂൺ 16 ചേരുമെന്ന് തന്നെയാണ് അറിയിക്കുന്നത്. സോ ഇതിന്റെ ഡീറ്റെയിൽസ് ഈ ഒരു മീറ്റിംഗിന് ശേഷമായിരിക്കും വരുന്നത്. സോ തൻല പ്ലാറ്റ്ഫോമും ഫോക്കസിൽ വെക്കാവുന്നതാണ്. ഇനി സിറ്റി യൂണിയൻ ബാങ്ക് ആണ് മറ്റൊരു സ്റ്റോക്ക്. കമ്പനി QIP വഴി 500 കോടി രൂപ സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ നമുക്ക് സിറ്റി യൂണിയൻ ബാങ്കും ഫോക്കസിൽ വെക്കാവുന്നതാണ്. ഇനി മാപ്പ് മൈ ഇന്ത്യ ആണ് നമുക്ക് ശ്രദ്ധിക്കാവുന്ന മറ്റൊരു സ്റ്റോക്ക്. ഈ ഒരു സ്റ്റോക്കിൽ ബ്ലോക്ക് ഡീൽ നടന്നേക്കാം എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത്. ഫോൺ പേ പ്രൈവറ്റ് ആയിരിക്കും ഈ ഒരു കമ്പനിയുടെ 5% ഓഹരികൾ വിറ്റഴിക്കുന്നത്. 476 കോടി രൂപയുടെ ഒരു ഇടപാടായിരിക്കും നടക്കുക. ഓഹരി ഒന്നിന് 1750 രൂപ റേഞ്ചിലായിരിക്കും അവർ ഫ്ലോർ പ്രൈസ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. 10% ഒരു ഡിസ്കൗണ്ട് പ്രൈസിലാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റേക്ക് സെയിൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. സോ മാപ്പ് മൈ ഇന്ത്യയും ഫോക്കസിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അവസാനമായിട്ട്
നമുക്ക് ഇന്നത്തെ ഒരു ഇൻട്രാഡേ പെർസ്പെക്റ്റീവിൽ ശ്രദ്ധിക്കാവുന്ന സ്റ്റോക്കുകൾ കൂടി പരിശോധിക്കാം. ഇതിൽ ലുപിൻ്റെ ഓഹരികൾക്ക് ഒരു ലോങ് പൊസിഷൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. LKP സെക്യൂരിറ്റീസിലെ ടെക്നിക്കൽ അനലിസ്റ്റ് രൂപക് ദയാണ് ഈ ഒരു സ്റ്റോക്ക് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ടാർഗറ്റ് ആയിട്ട് 2150 രൂപ കൺസിഡർ ചെയ്യാം. സ്റ്റോപ്പ് ലോസ് ആയി പരിഗണിക്കുന്നത് 1964 രൂപയാണ്. മാസ്റ്റെക്കിൻ്റെ ഓഹരികളാണ് അടുത്തത്. മാസ്റ്റെക്കിലും ഒരു ബൈ ഇനിഷ്യേറ്റീവ് എടുക്കുകയാണെങ്കിൽ ടാർഗറ്റ് ആയിട്ട് 2215 രൂപ കൺസിഡർ ചെയ്യാം. സ്റ്റോപ്പ് ലോസ് ആയിട്ട് പരിഗണിക്കേണ്ടത് 2389 രൂപയാണ്. ഇതും രൂപക് ദേ തന്നെയാണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഗെയിലിൻ്റെ ഓഹരികളിലും ഒരു ലോങ് പൊസിഷൻ എടുക്കാവുന്നതാണ്. 216 രൂപയാണ് ടാർഗറ്റ് ആയിട്ട് വെക്കേണ്ടത്. 193 രൂപയിൽ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് വെക്കാവുന്നതാണ്. രൂപക് ദേ തന്നെയാണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. റോയൽ ഓർക്കിഡ് ഹോട്ടൽസിൻ്റെ ഓഹരിയിലും ഒരു ബൈ ഇനിഷ്യേറ്റീവ് നൽകാവുന്നതാണ്. 396 രൂപയ്ക്ക് മുകളിൽ നമുക്ക് ഈ ഓഹരിയിൽ പൊസിഷൻ എടുക്കാവുന്നതാണ്. 423 രൂപ ആണ് ടാർഗറ്റ് ആയിട്ട് വെക്കേണ്ടത്. 386 രൂപയിലാണ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. ബൊണാൻസയിലെ ടെക്നിക്കൽ റിസർച്ച് അനലിസ്റ്റ് ദ്രുമിലാണ് ഈ ഒരു സ്റ്റോക്ക് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. സ്ട്രൈറ്റ്സ് ഫാർമയാണ് മറ്റൊരു സ്റ്റോക്ക്. ഇതും ബൊണാൻസയിലെ അനലിസ്റ്റ് തന്നെയാണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. സ്ട്രൈറ്റ്സ് ഫാർമയിൽ ഒരു ലോങ് പൊസിഷൻ എടുക്കുമ്പോൾ 868 രൂപയ്ക്ക് മുകളിലാണ് പൊസിഷൻ എടുക്കേണ്ടത്. 905 രൂപയാണ് ടാർഗറ്റ് ആയിട്ട് ഫിക്സ് ചെയ്യേണ്ടത്. സ്റ്റോപ്പ് ലോസ് ആയി പരിഗണിക്കേണ്ടത് 849 രൂപയുമാണ്.